അവസാനം വിജയും കോൺഗ്രസും ശരിയായ തീരുമാനത്തിലേക്ക്, വളരെ ചരിത്രപരമായ ഒരു തീരുമാനമെന്ന് ഞാൻ ഇതിനെ പറയുള്ളൂ. കാരണം ഈ ഇലക്ഷന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ്, അതായത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് വിജയുടെ കൂടെ സഖ്യം ചേരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യമില്ലായ്മ കാരണമാണ് അന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. രണ്ടാമത്തെ ഒരു കാരണം, നിലവിൽ കോൺഗ്രസ് DMK-യുമായിട്ട് സഖ്യത്തിലാണെങ്കിലും DMK മന്ത്രിസഭയിൽ മന്ത്രിസഭാംഗങ്ങളായിട്ടൊന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് പരിഗണന ഒന്നും DMK കൊടുക്കാറില്ല. വിജയുടെ കൂടെ ആകുമ്പോൾ 2 മന്ത്രിനാണ് കോൺഗ്രസ് ചോദിച്ചിട്ടുള്ളത്. അത് വിജയ് ഓഫർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം, എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ച് MLA-മാരെ വിജയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അത് ഈ കോൺഗ്രസ് MLA-മാർ 5 പേര് വരുന്നോടിയിട്ട് അതിനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായൊരു നാലാമത്തെ വിജയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെയും BJP-ക്കെതിരെയും പൊളിറ്റിക്സ് പറഞ്ഞിട്ടാണ് വിജയ് പൊളിറ്റിക്സിലേക്ക് വന്നത്. അപ്പോൾ വിജയത്തിന് ശേഷം അവരിൽ ഒരാളെ കൂടെ കൂട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും കോൺഗ്രസിനെയും പിന്നെ CPM, CPI, മുസ്ലിം ലീഗ് പോലത്തെ ചെറിയ കക്ഷികളെയും കൂട്ടി അധികാരത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടും ചരിത്രപരമായ ആരെയും വേദനിപ്പിക്കാത്തൊരു തീരുമാനം. പിന്നെ ഒരു വിഷയം വരുന്നത് കോൺഗ്രസും സ്റ്റാലിനുമായി അകൽച്ചയിലാവുമോ എന്നുള്ളതാണ്. പക്ഷേ സ്റ്റാലിൻ്റെ ഒരു മൗനാനുവാദം ഉണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഇതല്ലാത്തൊരു വഴി തമിഴ്നാട്ടിൽ വേറെ കാണുന്നില്ല എന്നുള്ളതാണ്.